പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ PG കോഴ്സുകൾ, B.Ed കോഴ്സുകളുടെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. ഇത് PGയുടെ അലോട്ട്മെന്റ് സെപ്പറേറ്റ് ആണ്, B.Edന്റെ അലോട്ട്മെന്റ് സെപ്പറേറ്റ് ആണ്. ഇത് ഒരേ സമയം പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അലോട്ട്മെന്റ് ആദ്യമായിട്ട് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടില്ല, ഈ അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അവർ ആദ്യം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ ഇവിടെ അടക്കേണ്ടതില്ല. PG വിദ്യാർത്ഥികൾ 1485 രൂപയാണ് PGയിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 1795 രൂപയാണ് മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക്. SC/ST വിദ്യാർത്ഥികൾക്ക് 50 രൂപയാണ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് UG കഴിഞ്ഞ് വിദ്യാർത്ഥികളാണെങ്കിൽ 1815 രൂപയാണ് B.Edന്. MG യൂണിവേഴ്സിറ്റി അല്ല മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ 2125 രൂപയാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ആയിട്ട് നൽകേണ്ടത്. ആദ്യം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് നൽകുക. എന്നിട്ട് ഏത് ടൈപ്പ് അഡ്മിഷൻ ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം, ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. എന്നാൽ മറ്റു ഓപ്ഷനുകളിലാണ് ലഭിച്ചതെങ്കിൽ ടെമ്പററിയോ പെർമനന്റോ എടുക്കുക. പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ ആ ഓപ്ഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ യൂണിവേഴ്സിറ്റി അതിൽ സെലക്ട് ചെയ്ത് കോളേജുകളുമായി ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ രീതി നോക്കിയിട്ട് കോളേജുകളുമായി ബന്ധപ്പെട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിവരം കോളേജുകളെ അറിയിച്ച് അതിന്റെ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടും. അത് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2-നാണ്. പെർമനന്റ് ആയാലും ടെമ്പററി ആയിട്ട് ജൂലൈ 2 വരെ അതിനുള്ള അവസരമുണ്ട്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക, B.Ed ആണെങ്കിലും PG ആണെങ്കിലും. ഇനി നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് അഡ്മിഷന് വേണ്ടത്? അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് മെമ്മോ റിസീവ്ഡ് ഓൺലൈനിൽ ലഭിച്ച അലോട്ട്മെന്റ് മെമ്മോ, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് SSLC, അതുപോലെ തന്നെ TC, CC, അതേപോലെ ഡിഗ്രിയുടെ ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡോ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കുക. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. ഇനി PG കഴിഞ്ഞിട്ടാണ് നിങ്ങൾ B.Edന് പോകുന്നതെങ്കിൽ ഗ്രേഡ് കാർഡ്, PGന്റെ ഗ്രേഡ് കാർഡും അതിന്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PG ഡിഗ്രി കഴിഞ്ഞതെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ കയറി ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് അത് വാങ്ങേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. അതേപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SCBC കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. EWS കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ബോണസ് വെയിറ്റേജ് മാർക്കിന് NSS, NCC പോലുള്ള ബോണസ് വെയിറ്റേജ് മാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന NSSന്റെ NCCന്റെ എന്തിനാണോ കൊടുത്തത് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ കൂടെ ചിലപ്പോൾ ആധാറിന്റെ കോപ്പി വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, മറ്റു കാര്യങ്ങളൊക്കെ, അതൊക്കെ ജനറൽ ആയിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.